എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗരം മസാല ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ ഏലക്ക, 1.5 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, ഒരു 6 തക്കോലം, ജാതിപത്രി ഒരു 2 എണ്ണം, ഒരു ജാതിക്കായുടെ പകുതിയും കൂടെ ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഒരു 1.5 ടേബിൾ സ്പൂണ്, കറുവപ്പട്ട ഒരു 2 ടേബിൾ സ്പൂണ്, അധികം വലിയത് ചെറുതായി ഞുറുക്കിയെടുത്തതാണ്, അതും കൂടെയാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണ്. ഇനി ഇതിലേക്കൊരു 3 ബേ ലീഫ്. ബേ ലീഫ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് ഇനി നമുക്കിത് ഒന്ന് ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം, ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് വറക്കരുത്. അങ്ങനെ വറുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് എല്ലാം കൂടെ വറുത്തെടുക്കാം. അതിനായിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കടയിൽ പോയി നമുക്ക് എളുപ്പത്തിനായിട്ട് നമ്മൾ ഗരം മസാല പൊടി മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എത്ര ഗുണവും മണവും ഉള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഇട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് നമ്മുടെ കറികൾക്കെല്ലാം. കടയിൽ നിന്നാണ് വാങ്ങുന്നതിന് ഒരു ടേസ്റ്റും ഇല്ല. എങ്കിലും നമ്മൾ എളുപ്പമാണ്, നമ്മളെപ്പോഴും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം കണ്ടെടുത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന പൊടികളെല്ലാം നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇത് വറക്കുമ്പോൾ എണ്ണ ഒഴിക്കാതെ വേണം വറുത്തെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം ഒന്ന് മാറി ഇതൊന്ന് പൊടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറേ നാളത്തേക്ക് ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കേടായി പോകും. എന്നാൽ നമ്മളിങ്ങനെ എണ്ണ ഒഴിക്കാതെ വറുത്താൽ അത് 1 വർഷം വരെ അത് കേടുകൂടാതെ ഇരിക്കാൻ ഒരു പ്രശ്നവുമില്ല. നമ്മൾ വീട്ടിൽ കടലക്കറിയായി, ചിക്കന്, ബീഫ്, മുട്ട അങ്ങനെ കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ പൊടിച്ച് എടുത്ത് ഈ ഗരം മസാല ഇടുമ്പോൾ എന്താ ടേസ്റ്റാണ് ആ കറിക്കൊക്കെ. ഇപ്പം തന്നെ ഇത് ഇങ്ങനെ റോസ്റ്റായി വരുന്നതനുസരിച്ച് നല്ലൊരു മണമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് ഓരോ സ്ഥലത്തും ഇതുണ്ടാക്കുന്ന ഈ പൊടിക്ക് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇതായിപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറി. ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ മിക്സിയുടെ ജാറിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അതുകൊണ്ട് നമ്മൾ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വെള്ളമില്ലാതെ ജാറ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിട്ട് പൊടിക്കാവുള്ളൂ. ഇതാ ഞാനതെല്ലാം പൊടിച്ചെടുക്കുന്നു. കണ്ടോ, നല്ല മണമാണ് വരുന്നത് ഇത് പൊടിച്ചപ്പം തന്നെ. കണ്ടോ, ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര എളുപ്പത്തിൽ ഈ ഗരം മസാല ഉണ്ടാക്കാവുന്ന നോക്ക്. ഇത് അത്ര നല്ല ഫൈനായിട്ട് പൊടിച്ചില്ലേലും കുഴപ്പമില്ല. പിന്നെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് നല്ല വായുവൊന്നും കടക്കിയല്ലാത്ത നല്ല കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് 1 വർഷം വരെ ഇരിക്കും, അതിനൊരു സംശയവും ഇല്ല. ഇത് പിന്നെ നമ്മൾ ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ വേറെ ഒരു പാത്രത്തിൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതാ കുപ്പിക്കകത്ത് നമുക്കിതിട്ട് വെക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.